ഹായ് ഫ്രണ്ട്സ്, KL13 പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു കാടിനുള്ളിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മറ്റെങ്ങുമല്ല, ആനമല ടൈഗർ റിസർവിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്റ്റേ പ്രോഗ്രാം ഉണ്ട്. അമ്പുള്ളിയിൽ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. നമ്മൾ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം കാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് ഒരു വലിയ കുന്നിന് മുകളിലുള്ള ഒരു സ്റ്റേ പ്രോഗ്രാം എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് പോകുന്നത്. എന്തായാലും പോകുന്ന വഴി കിട്ടിയ കാഴ്ചകളാണിത്. അങ്ങനെ നമ്മുടെ പേപ്പർ വെരിഫിക്കേഷൻ കഴിഞ്ഞ് നേരെ നമ്മൾ പോവുകയാണ്. ഈ പോകുന്ന റൂട്ട് ഫോറസ്റ്റിൻ്റെ ഓഫീസറൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഓൺ വെഹിക്കിൾ ഡ്രൈവ് ചെയ്തിട്ട് വേണം ഈ കാട്ടിലേക്ക് പോകാൻ. ഈ 3 കിലോമീറ്റർ തന്നെ എല്ലാ മൃഗങ്ങളുള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. പോകുന്ന വഴി ആനേനെയും അല്ലെങ്കിൽ മറ്റുള്ള ആനിമൽസിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. എന്തായാലും ഇതെല്ലാം നമ്മൾ തരണം ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു 3 കിലോമീറ്റർ നേരെ സ്റ്റേയിലേക്ക് പോകാനായിട്ട്. പറമ്പിക്കുളം നമ്മുടെ കേരളത്തിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിലും നമ്മൾ സേതുമട ചെക്ക് പോസ്റ്റ് കയറിയിട്ട് നേരെ വരുന്നത് ആനമല ടൈഗർ റിസർവിലാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും പറമ്പിക്കുളത്തേക്ക് പോകുന്നത്. അപ്പോൾ പറമ്പിക്കുളം വരുന്നവർക്ക് ആനമല ടൈഗർ റിസർവിലും സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാ അങ്ങ് ദൂരെ ആ കുന്നിൻ മുകളിൽ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. അതാണ് നമ്മുടെ അമ്പുള്ളിയില്ലം. ഈ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആദ്യമായിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ് ഈ വീഡിയോ ചെയ്തപ്പോഴും. എന്തായാലും എൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് പോയിട്ട് വരാം കേട്ടോ. ആനമല ടൈഗർ റിസർവ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മൾ സൈൻ ബോർഡ് കണ്ടത്. പിന്നെ നമ്മൾ കാണുന്നത് 3 കിലോമീറ്ററിനപ്പുറം നേരെ അമ്പുള്ളിയിലത്തേക്കുള്ള ഒരു സൈൻ ബോർഡാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ അത്ര ചെറിയ കയറ്റമൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം വലിയൊരു കയറ്റം തന്നെയാണ്. നമ്മുടെ വണ്ടികളുടെ അടി തട്ടാതെ തന്നെ നമുക്ക് മുകളിൽ എത്തിപ്പെടാൻ പറ്റും. അങ്ങനെ നമ്മുടെ അമ്പുള്ളിയിലത്തിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. 1978 ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ അകത്തേട്ടൊന്ന് കയറാം. ഇത് പഴയ ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതുവഴി സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമ്മുടെ റൂമിലേക്ക് പോകാനായിട്ട്. നല്ലൊരു ബാത്റൂമോട് കൂടിയ റൂമാണിത്. നമുക്ക് 2 പേർക്ക് 4000 സംതിങ് ആണ് റേറ്റ് വരുന്നത്. 4500 താഴെ വരുന്നത്. പ്ലസ് 1-2 പേര് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ വെച്ച് എക്സ്ട്രാ വരും. അപ്പോൾ ഞങ്ങൾ ചെറിയ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് പുറത്തെ വ്യൂ ഒക്കെ നോക്കുവാണ്. എൻ്റെ കൂടെ ജിനോച്ചേനുണ്ട്, നിതിൻ ചേനുണ്ട്. ഇനി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കാണിച്ചു തരാം. നല്ലൊരു ഉഗ്രം പാറയുടെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. താഴോട്ട് നോക്കി നല്ല താഴ്ചയുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളിതിൻ്റെ ഈവനിങ് വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കാൻ വന്നതാണ്. നമ്മൾ നല്ല ഹൈറ്റിൽ അവിടെ നിന്ന് താഴേട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ കാടിങ്ങനെ വ്യാപിച്ചെടുക്കുകയാണ്. ഇന്നലെ മോർണിംഗ് ഒക്കെ ഇവിടെ ആന ഉണ്ടായിരുന്നു പറഞ്ഞു. രാത്രി കാട്ടുപോത്തും മ്ലാവും അങ്ങനെ ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു പറഞ്ഞു. എന്തായാലും ഇന്ന് ഉറക്കമില്ലാത്തൊരു രാത്രിയാണ്. എന്തായാലും നമുക്ക് സൈറ്റിംഗ് കിട്ടുമെന്ന് നോക്കാം. നമ്മൾ ഈവനിങ് ഒരു സഫാരി എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്, നമുക്ക് നല്ല രീതിയിലൊരു സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അതും ഒരു ലെപ്പേഡിൻ്റെയാണ്. നമുക്ക് ആദ്യം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. ഒത്തിരി ലോങ് ആയിരുന്നു ഈ ഒരു വിഷ്വൽ കിട്ടിയത്. പിന്നെ നമ്മൾ ക്യാമറ എടുത്ത് സൂം ചെയ്തപ്പോഴാണ് ഇത് ലെപ്പേഡാന്ന് മനസ്സിലായത്. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ആളും നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും ആൾക്ക് വേറെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെക്കാളും ഒരു 400 മീറ്ററോളം ഡിസ്റ്റൻസിലാണ് ആൾ നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ വിഷ്വൽസൊക്കെ ഒന്ന് പകർത്താൻ സാധിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഭാഗ്യമുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സഫാരിക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ആ കാണുന്ന ഏരിയയിൽ നല്ല ലോങ് ആണ്. നമുക്ക് ആ ഭാഗത്തുനിന്ന് ഒരു ലെപ്പേഡിൻ്റെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ മണ്ണിൻ്റെ ഒരു കൂനയാണെന്ന് വിചാരിച്ചത്. പക്ഷേ ജസ്റ്റ് മൂവ്മെൻറ്റ്സ് നോക്കിയപ്പോൾ ഒരു ലെപ്പേഡിനെ കിട്ടിയായിരുന്നു. എന്തായാലും കാണാൻ അമ്പുള്ളിയിലെത്തുനിന്ന് ജസ്റ്റ് താഴെ ഇറങ്ങി നമ്മൾ സഫാരിക്ക് വന്നിട്ട് കിട്ടിയ ഒരു അടിപൊളി കാഴ്ചയാണ്. കാടിനുള്ള അലാങ്കോളുണ്ട്. ആൾ നേരെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. സീനറി ഉണ്ടോ, എന്നാ ഭംഗിയാന്നൊക്കെ. ആ ലാൻഡ്സ്കേപ്പിലൊക്കെ മയിലുകളും മാനുകളൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അമ്പുള്ളിയിലത്തിലാണെങ്കിലും നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ആനമല ടൈഗർ റിസർവിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ ആനമല ടൈഗർ റിസർവിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 5:30 നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കുറേ ആയിട്ട് ഈവനിങ് സഫാരി ലേറ്റായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ കാരണം നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ ഒരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്. അവിടുത്തെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും വിളിച്ചുകൊണ്ട് വരാനായിട്ട് നമ്മുടെ ഈ ഒരു സഫാരി വെഹിക്കിളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് 5:30 നമ്മുടെ ഒരു സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈറ്റ് നൈറ്റ് നമുക്ക് ഒരുപാട് നേരം കാട്ടിലൂടെ ഈ സഞ്ചരിക്കാനും ഈ ഒരു സഫാരി ടൈം കൊണ്ട് സാധിക്കുന്നുണ്ട്.
നമ്മുടെ ഈ ഒരു സഫാരിയുടെ റേറ്റ് വരുന്നത് ഏകദേശം 4500 രൂപയിലാണ്. 8 പേർക്ക് പോകാവുന്ന ഒരു വെഹിക്കിളാണിത്. നമുക്ക് ഈ ഒരു സഫാരി നമ്മുടെ സ്വന്തം വെഹിക്കിളിൽ പോകാൻ സാധിക്കില്ല, ഗവൺമെൻറ് വെഹിക്കിളിൽ പോകാൻ സാധിക്കുകയുള്ളൂ. ആ പോകുന്ന വഴിയൊക്കെ നമുക്ക് കാട്ടിയെ കാണാൻ സാധിക്കുന്നുണ്ട്. കിട്ടാനുണ്ട്. അങ്ങനെ വീണ്ടും നമുക്ക് അടുത്ത സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഒരു കൂട്ടം കാട്ടാനകളുടെ സൈറ്റിംഗ് ആണ്. നമ്മുടെ ഡ്രൈവർ ഏട്ടൻ പറഞ്ഞത് ഇന്നലെ അമ്പുളിയിലത്തിൻ്റെ താഴെ ഈ ഒരു ആനക്കൂട്ടം ഉണ്ടായിരുന്നാണ്. അവർ തിരിച്ച് ഒരു 3-4 കിലോമീറ്റർ കയറി അടുത്ത മലയുടെ മുകളിലാണ് നമുക്ക് ഈ ഒരു സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു വിഷനിൽ നമുക്ക് ചെറിയൊരു കുട്ടിയാനേനും കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള ആനകൾ അതിനെ എത്രത്തോളം നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഈ വീഡിയോ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും എൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോയിട്ട് വരാം. നമ്മൾ ഈ കാണുന്നത് ചെറിയൊരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ്. ട്രൈബൽ സെറ്റിൽമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടിൻ്റെ മക്കൾക്ക് താമസിക്കാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന ഭവനങ്ങളാണിത്. ഇവിടെ തന്നെ നമുക്ക് ഒരു എലിഫൻറ്റ് ക്യാമ്പും കൂടിയുണ്ട്. കോഴിക്കാമുത്തി എലിഫൻറ്റ് ക്യാമ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. ATR ഉലാണ്ടി വനമേഖലയുടെ ടോപ്പ് സ്ലിപ്പിന് സമീപമുള്ള കടുവ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ കോർ ഏരിയയിലാണ് നമ്മുടെ ഈ കോഴിക്കാമുത്തി ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു യാത്രയിലെ ഒരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ തന്നെ ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റ് കുട്ടികളും ഉണ്ടായിരുന്നു. അവരെ നമ്മളോട് ഡ്രോപ്പ് ചെയ്തിട്ടാണ് വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് അതിക്രമിച്ച് കയറുന്ന അക്രമകാരികളായ ആനകളെ നിയന്ത്രിക്കാൻ പ്രത്യേകം പരിശീലനം കിട്ടിയ ആനകളെ ആവശ്യമാണ്. അത്തരം ആനകൾക്കുള്ള പരിശീലനം കൊടുക്കുന്നതാണ് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ക്യാമ്പിലെ പ്രത്യേകത. ഇങ്ങനെ പരിശീലനം കിട്ടിയ ആനകളെ കുങ്കിയാനകൾ എന്നാണ് പറയുന്നത്. മലസാർ എന്നറിയപ്പെടുന്ന തദ്ദേശീയ ഗോത്രവർഗ്ഗക്കാരാണ് മെയിനായിട്ട് ഈ ആനകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും. ഞാൻ നമ്മുടെ മുന്നിലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏത് ലൈറ്റിലാണ് വരുന്നത് ആ ലൈറ്റിൽ തന്നെ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഹൈ ബീമിലാണ് ഈ വരുന്നത്, അതുകൊണ്ട് തന്നെ ഹൈ ബീമിൽ തന്നെയാണ് ഈ യാത്ര കംപ്ലീറ്റ് ചെയ്തത്. മൃഗങ്ങളെ കാണുമ്പോൾ നമ്മൾ ലൈറ്റ് ഡിം ചെയ്യാനോ ഹോൺ അടിക്കാനോ വണ്ടി ഒരുപാട് റേസ് ചെയ്യാനോ ശ്രമിക്കരുത്. ഇപ്പോൾ ഇത് ഗവൺമെൻറ് വെഹിക്കിളാണ്, സെയിം ഈ റൂള് തന്നെ പാലിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ അതൊന്നും കൂടി മെൻഷൻ ചെയ്തത്. അങ്ങനെ ഏകദേശം നമ്മുടെ സഫാരിയൊക്കെ നമ്മൾ കഴിഞ്ഞ് നമ്മുടെ ആനമല ടൈഗർ റിസർവിൻ്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സഫാരി കഴിഞ്ഞ് ആനമല ടൈഗർ റിസർവിൻ്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സഫാരി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സഫാരി എടുക്കാതിരിക്കുക. കാരണം രാത്രി ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്വന്തം വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും പാനിക് ആവാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പോവാം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ഇങ്ങനെ രാത്രി പോകാതിരിക്കുക. കാരണം നല്ല രീതിയിൽ കാടാണ്, വേറെ ഫോറസ്റ്റിൻ്റെ യാതൊരു സ്റ്റാഫും നമ്മുടെ കൂടെ ഇല്ല. നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ സ്വന്തം റിസ്ക്കിലാണ്, അതാണ് സത്യം, സ്വന്തം റിസ്ക്കിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. എന്തായാലും നമുക്ക് രാത്രി കിട്ടിയ സൈറ്റിംഗ് ആണ് ഇതെല്ലാം.
ഫ്രണ്ട്സ്, ഇതാ നമ്മൾ നമ്മുടെ അമ്പുള്ളിയിലത്തിൻ്റെ മുകളിലാണ്. അതായത് നമുക്കിതിൻ്റെ ഔട്ട്സൈഡ് ലെപ്പേഡിൻ്റെ ചെറിയൊരു മൂമെൻറ്റ്സ് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ വിഷ്വൽസ് മുകളിൽ നിന്നൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ അലാം കോളും കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിഷ്വലിൽ കേട്ടറിയാൻ പറ്റും. എന്തായാലും നമുക്ക് സൈറ്റിംഗ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുകളിൽ നമ്മൾ ടോർച്ചൊക്കെ അടിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ലെപ്പേഡിനെ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാം എന്തായാലും. അങ്ങനെ ലെപ്പേഡിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അത് വെരികിനെയാണ്. ഇതൊരു വംശനാശ ഭീഷണിയിൽ വരുന്ന ഒരു മൃഗം കൂടിയാട്ടോ. പ്രധാനമായിട്ടും ഇവർ രാത്രി സഞ്ചാരികളാണ്. ഇവിടെ പ്രധാന ഭക്ഷണം ചെറു പ്രാണികളും എലികളും പാമ്പുകളും അടങ്ങുന്നതാണ് പ്രധാന ഭക്ഷണം. കൂടാതെ ചീഞ്ഞഴുകിയ മാംസങ്ങളും വേരുകളും പഴവർഗ്ഗങ്ങളും ഇവർ ഭക്ഷിക്കാറുണ്ട്. വെരുക് ഒരു മിശ്രഭോജിയാണ്. മനുഷ്യനെ പോലെ തന്നെ പഴവർഗ്ഗങ്ങളും വെജിറ്റബിൾസും അതേപോലെ തന്നെ മീറ്റും കഴിക്കുന്ന ഒരു ജീവിയാണ്. അമ്പുള്ളിയിലത്തിൻ്റെ ടോപ്പിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. ഏതോ ഒരു ചെറിയൊരു പട്ടണമാണ്. അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഫ്രണ്ട്സ്, നമുക്കിവിടെ നിന്ന് ലെപ്പേഡിനെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ട് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ കണ്ണ് തിളങ്ങുകയുണ്ടായി. ആ സമയത്ത് കിട്ടിയതാണ്. നമ്മുടെ ക്യാമ്പ് ഷീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ്. നമ്മൾ ഈ വിഷ്വൽസ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറകിൽ മറ്റൊരു ജീവിയുടെ കണ്ണും കൂടി കാണാം. അതാണെന്ന് തോന്നുന്നു അലാങ്കോൾ ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് അമ്പുള്ളിയിലത്തിൽ പോകുന്നതും ആ സ്റ്റേ എടുക്കുന്നതും. ആ സ്റ്റേയിൽ തന്നെ നമുക്ക് ഇതുപോലെ ലെപ്പേഡിനെ കാണാൻ കഴിഞ്ഞതും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അലാങ്കോൾ കേൾക്കുന്നുണ്ടെങ്കിലും ആൾ ഒട്ടും അറ്റാക്കിങ്ങിന് പറ്റിയൊരു മൂഡിലല്ല. കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അവിടെ റെസ്റ്റ് ചെയ്ത് ആളൊന്ന് സ്ട്രെച്ച് ചെയ്യുന്നൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇര പിടിക്കാൻ പറ്റുന്ന ഒരു ഹണ്ടിങ് മൈൻഡിലല്ല. എന്തായാലും ബാക്കിയുള്ള ആനിമൽസൊക്കെ പേടിച്ചിട്ടാണ് ഈ ഒരു അലാങ്കോൾ ഇടുന്നത്. നീ പിടിച്ചോടാ, ഞാൻ എടുക്കട്ടെ. എടുത്തോട്ടെ? അല്ലല്ല, ഞാൻ എടുത്തില്ല. അപ്പുറത്തടിക്കുന്നവർ. ഫ്രണ്ട്സ്, നമുക്ക് ഈ ലെപ്പേഡിനെ കണ്ടിട്ട് തോന്നുന്നത് നമുക്ക് ഈവനിങ് കിട്ടിയ സെയിം ലെപ്പേഡ് തന്നെയാണ്. കാരണം എൻ്റെ ടെയിലിൻ്റെ ഒക്കെ ലെങ്ത് വെച്ചിട്ട് സെയിം ആ ലെപ്പേഡ് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ നേരം വെളുത്തുണ്ട്. ഇതാ നമ്മുടെ മോർണിംഗ് അമ്പുള്ളിയിലത്തിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇതാ നേരം പയ്യനെ വെളുത്തു തന്നെ ഉള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്, അതുപോലെ തന്നെ മഴയും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നേരം വെളുത്തിട്ടുണ്ട്. നമുക്ക് ഔട്ട്സൈഡ് കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. ബിൽഡിങ്ങിൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് എന്തായാലും ഫാമിലിയൊക്കെ ഇട്ട് വന്ന് താമസിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഫെൻസിങ് കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മൾ കുട്ടികളൊക്കെ സേഫ് ആയിരിക്കും. അധികം ഔട്ട്സൈഡ് ഒന്നും കളിക്കാതിരിക്കുക. മുകളിൽ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഔട്ട്സൈഡ് ചെയ്തും വരാതിരിക്കുക. എന്തായാലും കണ്ടതാ മോർണിംഗ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. എല്ലാവരും ഉണ്ട്. ഫ്രണ്ട്സ്, ആ താഴെ മയിലിൻ്റെയൊക്കെ കൂട്ടമുണ്ട്. ഇതാ നമ്മുടെ സ്റ്റേയുടെ ഭാഗത്തേക്ക് കോട കയറി വരുന്നുണ്ട്. ഇതാ ഇവിടെയൊക്കെ മഞ്ഞ് വന്നിപ്പോൾ മൂടും. എന്തായാലും മുടക്കുന്ന കാശിന് വളരെ മണിവർത്തായിട്ടുള്ളൊരു യാത്രയും കൂടിയാണിത്. മൂന്നാറിൻ്റെ ഒരു തണുപ്പും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ക്ലൈമറ്റും അതേ രീതിയിൽ തന്നെ വൈൽഡ് ആനിമൽസിലെ കാണാൻ പറ്റുന്ന ഒരു ഓപ്പൺ പ്ലേസും ഇതെല്ലാമാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. തൊട്ടു മുന്നേ നമ്മുടെ വൈൽഡ് ബോർവായ സ്ഥലം ദാ ഇപ്പം മഞ്ഞ് മൂടി ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായി. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബേഡ്സിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൻ്റെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് വന്നാലോ. ആ കോട മാറി വീണ്ടും പഴയ ആ വെളിച്ചത്തോടുകൂടി വരുന്നു.
നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലമുഴക്കി വേഴാമ്പലിനെയാണ്. നമ്മുടെ കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണിത്. ഈ മലമുഴക്കി വേഴാമ്പൽ എന്നുള്ള പേര് വരാനുള്ള കാരണം വളരെ രസകരമാണ്. നമ്മുടെ ഈ വേഴാമ്പലുകൾ പറക്കുമ്പോൾ ഉണ്ടാകുന്ന ചിറകടി ഒച്ച മലകളിൽ മുഴങ്ങുന്നതോടുകൂടി അത് പ്രതിധ്വനിക്കുന്നത് കൊണ്ടാണ് മലമുഴക്കി എന്നുള്ളൊരു പേര് വരാൻ കാരണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രാവിലത്തെ മോർണിംഗ് സഫാരിയുടെ വെഹിക്കിൾ വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ഈ വെഹിക്കിളിലാണ് സഫാരിക്ക് പോയത്. ഇന്നലെ രാത്രി നമ്മൾ സഫാരിക്ക് പോയപ്പോൾ കണ്ട ആനകൾ തന്നെയാണ്. അവർ നേരെ തിരിച്ച് മല ഇറങ്ങി വരുന്നുണ്ട് ഇങ്ങോട്ട് തന്നെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് അയക്കുക. ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും വിഷ്വൽസും നമ്മുടെ ചാനലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും അമ്പുള്ളിയെല്ലാം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ സ്വന്തം വെഹിക്കിളിൽ വേണം ഇങ്ങോട്ട് എത്താനായിട്ട്. രണ്ടാമത്തെ കാര്യം, കുട്ടികളായിട്ട് ഒരുപാട് നേരം പുറത്ത് ഇറങ്ങി കളിക്കരുത്. കാരണം കരടിയുടെയൊക്കെ ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, ഇവിടെ ഫുഡ് നമുക്ക് വേണ്ടി ഈ ഒരു പാക്കേജിലില്ല. അങ്ങനെ നമുക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫിനോട് പറയുകയാണെങ്കിൽ നമുക്ക് അവർ ഫുഡ് അറേഞ്ച് ചെയ്യും. ചിക്കനോ അല്ലെങ്കിൽ വെജിറ്റബിളോ ആയിട്ടുള്ള കറികളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് അവരോട് നേരത്തെ പറയണം. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വരും. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഇത്രയുമാണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.